നേരെ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, കുറച്ച് അകലെന്ന് വരുത്താൻ. നീ പോയിട്ടുണ്ടോടാ? മരം വെട്ടുകാരൻ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന്, അതായത് സോമനൊക്കെ പോയി. മനസ്സിലായി. പിന്നെ ആ സാധനം ഇങ്ങനെയായി അത് കേട്ടപ്പോ. സലീം കുമാർ എന്ന് പറയുന്ന നടൻ, അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മൾ ചിരിക്കും. അതായത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഇപ്പൊ പപ്പുച്ചേട്ടൻ, എടാ നിനക്കുണ്ടല്ലോ, നമുക്ക് എനിക്കത് പറയാൻ പറ്റില്ല. എടാ നിനക്കെന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞത് അവരുടെയൊക്കെ ഡയലോഗ് പ്രസന്റേഷനിൽ തന്നെ നമ്മൾ പൊട്ടിച്ചിരിച്ചു. അയ്യാ മടുത്തു. ആ അമ്മയുടെ ജപം ഹാറ്റിലൂടെ ഒളിച്ചു പോന്ന് കണ്ടിരുന്നവനാ. കൊണ്ടേ കുഴിച്ചിറ പോത്തെ കുറെ നാളായില്ല ഈ അമ്മയുടെ ചാ പൊരിച്ചു കിടക്കാൻ. വാപ്പയുടെ മകൻ എന്ന നിലയ്ക്കുള്ള കിട്ടുന്ന ഒരു അനൗൺസ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക നമുക്കൊരു കയ്യടിയും കാര്യം അപ്രിസിയേഷനൊക്കെയാണ്. അങ്ങനെ ഈ ഡയലോഗ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്ത് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞു വന്ന് ഗ്രീൻ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് പറയുന്നത്. അതുവരെ എൻ്റെ പ്രഷർ എന്താണെന്ന് എനിക്ക് പോലും അറിയുന്നില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അല്ല ഞാൻ ഏത് സ്റ്റേജിലാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ മാമയായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പൊട്ടിക്കറിയാണ്. അതെനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമസ്കാർ, ഞാനിവിടെ ഒരു മതിലിൻ്റെ അടുത്തുണ്ട്. വേറെ മതിലിൻ്റെ അടുത്താണ്. ജസ്റ്റ് ഒന്ന് മതിലിൻ്റെ അവിടെ പാർക്ക് ചെയ്താണ്. ഞാൻ പറയാം എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഇങ്ങനൊരു മതില് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പൊ ആ മതിലേതാണെന്നറിയോ? കേന്ദ്ര ഗവൺമെന്റിന്റെ മതില, റോക്കറ്റ് നിസ്സാര മതിലല്ല, ചെറിയൊരു മതില്. ഒരു സെക്കൻഡ് കൊണ്ട് ഉള്ള ടെററിസ്റ്റായി. നമുക്ക് ചോദിച്ചു പോവാം. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പോൾ കുറേ നാളുകളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന രണ്ട് പേരാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഐ എം ഇൻവൈറ്റിംഗ് നവാസുഖാൻ. ഹലോ. നമസ്കാരം. ആൻഡ് രേണത, ഹലോ. നമ്മൾ വന്നപ്പോ തന്നെ ആകെ അന്തം വിട്ടുപോയി. പരിചയപ്പെടുത്തല്ലേ. ഞാൻ ആദ്യം ഒരു സോറി പറയാനുണ്ടോ. വേറെ ഒന്നല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ നിങ്ങളുടെ മീൻസ് ആയത് അനീഷൊക്കെ ഒരു വർഷമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് പലതും പല സമയങ്ങളിലൊക്കെ വന്നു പോയിട്ടുണ്ട്. അപ്പം നമ്മളൊരു പ്രോജക്റ്റിൻ്റെ പുറകിലായിരുന്നു, ഈ സിനിമ ഇഴ എന്നുള്ള പടത്തിൽ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം രഹന കൂടി ലീഡ് ചെയ്യുന്നൊരു പടമാണ്. അപ്പോൾ അനീഷോട് ഞാൻ ഒന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്, നമുക്ക് അതിൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടാണ് ഒരുമിച്ചിരിക്കുക, അതുപോലെ ഹാപ്പി ആയിട്ട് കൂടാം. അല്ല അത് മാത്രമല്ല, അപ്പോൾ നമുക്കൊരു സന്തോഷം കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ പുതിയ വിശേഷമൊക്കെയായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആസിഫാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത്. ആൻഡ് ഹൗ ഹാപ്പി ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയൂ. പറയുന്നത് അഭിനയിച്ചതല്ലേ? അതെ, അതും ഒരു ഇരട്ടി മധുരം എന്ന് തീർച്ചയായിട്ടും പറയാമല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സിറാജ് റസ ഒരാളാണ് നമ്മുടെ ഈ സബ്ജക്റ്റ്. ശരി. അയാൾ തന്നെ എഴുതിയ കഥയാണ്. അവർ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കുറേ നാളുകളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അപ്പോൾ ഇങ്ങനൊരു കോംബോ വന്നാൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ ആ കണ്ടന്റ് കുറച്ച് വാല്യൂ ഉള്ളതാണെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ നമുക്ക് ഈ സമയത്ത് പറയേണ്ട ഒരു വിഷയം കൂടിയാണത്. ചെറിയ ഒരു സംഭവമാണ് അത്, പക്ഷെ ചെറിയ മെസ്സേജൊക്കെ ഉള്ളൊരു ത്രെഡാണ്. പിള്ളേരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കും. അവരെ എൻ്റെ അടുത്ത് പറയും, അല്ല അവർക്ക് എനിക്കൊരു വാല്യൂ ഇല്ല. കാര്യം വീട്ടിൽ ഇങ്ങനെ കുക്ക് ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പക്ഷെ എൻ്റെ അടുത്ത് പറയും, ഉമ്മിച്ചി എല്ലാവരും പറയണു ഉമ്മിച്ചി നല്ല ആർട്ടിസ്റ്റ്, അപ്പോൾ എന്നാൽ പിന്നെ പെർഫോം ചെയ്തുകൂടെ എന്നൊക്കെ ഇടയ്ക്ക് പറയും. പക്ഷെ ഞാൻ ഒരു ദിവസം ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിലേ വീട്ടിലെ പെർഫോം ചെയ്യാൻ പാടുള്ളൂ, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അപ്പൊ വിളിക്കും ഉമ്മിച്ചി വാ വാന്ന് പറഞ്ഞ് വിളിച്ചിട്ടിരിക്കും 3 പേരും. ഇളയ 2 പേര് വലിയ പ്രശ്നം. മൂത്ത ആള് പറയും ഭയങ്കര ബോറിംഗ് ആണെന്ന് പറയും, പൊയ്ക്കോന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് പറ്റൊന്നുമില്ല. ഡിഗ്രി ഞങ്ങൾ നഴ്സറി എന്ന് പറയാറുള്ളൂ. അങ്ങനല്ലേ പറയാൻ പാടില്ല. അതല്ല, നമ്മളെ കാണുമ്പോഴൊക്കെ ഞെട്ടാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ എന്താ പ്രശ്നം? ശരിയാണ്, പോയിന്റ് ആണല്ലോ. രൂപം കൊണ്ട് നമ്മളെ കാണുമ്പോ തോന്നുന്നതാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ഒന്ന് സ്ലിം ആയല്ലേ, നന്നായിട്ട് കുറച്ചു. പിന്നെ ഞാൻ ഏകദേശം ഒരു 10 കിലോ ഒക്കെ കുറച്ചിട്ടുണ്ട്. അതെന്തായാലും അതിന്റെ നമ്മുടെ ഈ മൂവിയുടെ സമയത്തൊക്കെ ഞാൻ കുറച്ച് ചെയ്തു. പിന്നെ അതിന്റെ ഇടയ്ക്ക്
രോഹിത്തിൻ്റെ ഒരു പടം ചെയ്തിരുന്നു, നമ്മുടെ കളയൊക്കെ ഡയറക്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു പടം, ആസിഫാണ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ടാണ്, അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ ആ സമയങ്ങളിൽ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് കുറച്ച് ഈ ഒരു ക്യാരക്ടർ ഗൾഫിൽ നിന്ന് വരുന്ന ഒരു അവശതയിൽ വരുന്നൊരു ക്യാരക്ടർ, അപ്പോൾ അതിനും കുറേയൊക്കെ വണ്ണം കുറയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഡയറ്റും അപ്പം പിന്നെ നൈറ്റ് ഫുഡൊക്കെ തന്നെയാണ് പ്രധാനം. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ കഴിക്കാൻ പാടില്ലാത്ത സമയത്താണല്ലോ കഴിക്കുന്നത്. അതുമില്ല, നവാസക്കയുടെ നവാസക്കനെ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ഒരു മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഭക്ഷണപ്രിയനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഡയറ്റ് ആ പ്രിയൊക്കെ കണ്ട് കുറച്ച് അല്പം കണ്ട് കൺട്രോൾ ചെയ്തു. ആണല്ലേ? ഞാനൊക്കെ ബിരിയാണിയാണ്, ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, ബിരിയാണിയുടെ ആളാണ് ഞാൻ, ഉസ്താദാണ്. പിന്നെ ഫാറ്റ് അടിച്ച് കയറ്റി 10 years ആയിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. 10 years ആയിട്ട്. അതിനു മുമ്പ് ഒന്നും നോക്കില്ല, നന്നായി കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴും അങ്ങനെ പല സമയത്ത് നോക്കാറൊന്നുമില്ല. നല്ല വിശപ്പുണ്ടെങ്കിലൊക്കെ വെച്ചടിക്കും. ഓഹോ. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് നോർമലി ഇപ്പോൾ ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുന്നു, പോകുന്നു, അവരുടെ ഒരു ജോബ് അതായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പരിപാടികളുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മിമിക്രി ആണെങ്കിലും പാട്ടാണെങ്കിലും സ്റ്റേജ് പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഷോ വന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിന്ന് ധൈര്യമായിട്ട് കുറച്ച് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെ വളരെയധികം ഹാപ്പി ആക്കുന്ന ഒരു ഫണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും മൈൻഡിൽ പലരോടും ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയും ആക്ടിങ് ആണ് എൻ്റെ മെയിൻ എന്ന് പറയും. ഇപ്പോൾ നവാസക്കയോട് ചോദിക്കുവാണെങ്കിൽ ഒരെണ്ണം പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് സ്റ്റേജ് പെർഫോമൻസ് ആണോ പാട്ടാണോ ഏതായാലും? എല്ലാ മേഖലയിലും അതാണ് ഇതിൻ്റെ ഒരു, എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഫീൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്യാരക്ടർ എങ്ങനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നൊക്കെ പലപ്പോഴും എല്ലാവരും ശ്രമിക്കുന്ന പോലെ തന്നെ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഈവൻ ഒരു സ്ലാങ്ങിലായിരിക്കാം, ഇപ്പോൾ പണ്ട് മുതലേ നമ്മൾ എടുത്തിരുന്നു, ഇപ്പോഴും കൊടകര പറഞ്ഞ് നടക്കുന്ന ഒരു, അത് ഞങ്ങൾ പറഞ്ഞൊരു മിമിക്രി തമാശയാണ് സത്യം പറഞ്ഞാൽ. അത് ഉദയകൃഷ്ണൻ സിബിക്ക് തോമസ് അവരോട് എങ്ങനെ സംസാരിച്ച് അവരൊരു ക്യാരക്ടറാക്കി അതിലേക്ക് കൊണ്ടുവന്ന് ഒരു 3-4 സീക്വൻസ് ആക്കി അങ്ങനെ പെർഫോം ചെയ്ത സംഭവമാണ്. അപ്പോൾ അതിനകത്ത് ആ രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഒരു പാലക്കാട് സ്ലാങ്ങിൽ, ട്രിവാൻഡ്രം സ്ലാങ്ങിലൊക്കെ നമുക്ക് ചില ക്യാരക്ടർമാർ, പോലീസ് ഓഫീസറായിരിക്കാം, അത് കുറച്ച് തമാശയൊക്കെ വരുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെ നമ്മുടെ ചിലപ്പോൾ എൻ്റെ രൂപത്തിൽ ചിലപ്പോൾ സ്ട്രെയിറ്റ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ മെത്തേഡ് സംഭവം ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ മേക്കപ്പിലോ അതല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലോ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ആ തമാശ നമ്മൾ ഉണ്ടാക്കുന്നത്. മറ്റുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സലീം കുമാർ എന്ന് പറയുന്ന നടൻ, അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മൾ ചിരിക്കും. പ്രത്യേകിച്ച് പെർഫോമൻസ് കാണാതെ തന്നെ അതായത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാകുന്നു. ഞാൻ പറഞ്ഞ ചില ഇപ്പൊ പപ്പുച്ചേട്ടൻ എടാ നിനക്കുണ്ടല്ലോ, എനിക്കത് പറയാൻ പറ്റില്ല. എടാ നിനക്കെന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞത് അവരുടെയൊക്കെ ഡയലോഗ് പ്രസന്റേഷനിൽ തന്നെ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും. അങ്ങനെ പറ്റുന്ന ആളിലല്ല നമ്മളിപ്പോൾ, എന്നെ പോലുള്ള പലർക്കും അത് പറ്റുന്നതല്ല. അപ്പം നമ്മൾ ചിലപ്പോൾ മേക്കപ്പ് കൊണ്ട് ഈ പറഞ്ഞ പോലെ സ്ലാങ് ഉപയോഗിച്ച് ഒക്കെ ആയിരിക്കും ചില തമാശ കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പിന്നീടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി എന്തെങ്കിലുമൊക്കെ ആളുകൾ രസിപ്പിക്കാൻ ചെയ്യണമെന്ന് ശ്രമിക്കാറുണ്ട്. എത്രത്തോളം ആവണം എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. അതെ, അല്ല അതാവുന്നതുകൊണ്ടാണല്ലോ ഇപ്പോഴും ആൾക്കാർ ആ കോമഡികളും ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ഇപ്പോഴും അത്. അപ്പോൾ ആ സിനിമയിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്കതാണ്. സ്റ്റേജിലേക്ക് നമ്മൾ വരുമ്പോൾ ലൈവായിട്ട് നമ്മുടെ മുന്നിൽ നമ്മൾ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയാണ്. 10 സെക്കൻഡ് നമുക്ക് അങ്ങോട്ട് റിയാക്ഷൻ കിട്ടുകയാണ്. അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം അവരാണ് നമ്മൾ ആദ്യം മുതലേ കലാഭവൻ വേദികൾ മുതൽ അവർ തന്നെയാണ് നമ്മളെ നിർത്തുന്നത്. ഇപ്പോഴും അവർ തന്നെയാണല്ലോ ഈ സിനിമയും കാണുന്നത്. ഇവരെ ഓഡിയൻസ് മാറുന്നില്ലല്ലോ, ഇവരെല്ലാം പ്രേക്ഷകര് അതെല്ലാം കൈകാര്യം ചെയ്യും. സ്പോട്ട് അപ്രീസിയേഷൻ. അതെ അതെ അതെ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ടും സന്തോഷവും ഉണ്ട്. ആണല്ലേ? നിങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ സ്റ്റേജ് പെർഫോമൻസ്, അതായത് ഇപ്പം നവാസക്കൊക്കെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ചേച്ചി ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കണ്ട ഒരു അപ്രിസിയേഷൻ അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടല്ലോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റേജ് പെർഫോമൻസ് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ക്രേസ് ആര് ചെയ്താലും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജേണിക്കൊക്കെ പോവുകയാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും പെർഫോമൻസ് കണ്ടാൽ ഞാൻ അങ്ങനെ ഒന്നും പറയില്ല, എനിക്കത് അങ്ങനെയൊന്നും പറയില്ല. പക്ഷേ എനിക്ക് ഉള്ളിൽ തോന്നും ഒന്ന് നിർത്തിയെന്ന് കുറച്ച് നേരം കണ്ടിട്ട് അങ്ങനെയൊക്കെ എനിക്ക് തോന്നും. കാരണം സ്റ്റേജ് അത്രയും, എൻ്റെ ഫാദർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. അപ്പം ഞാൻ ജനിച്ച നാൾ മുതലേ ഈ സ്റ്റേജ് കണ്ട് വളർന്ന ഒരാളാണ്
അതുകൊണ്ട് എനിക്കത് ഭയങ്കര സ്കൂളിലൊക്കെ ആണെങ്കിലും പ്രോഗ്രാംസൊക്കെ ഞാൻ നന്നായി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് സ്റ്റേജ് എല്ലാ പെർഫോമൻസിനും അതൊരു വല്ലാത്തൊരു അനുഗ്രഹമാണ്. കാര്യം ഈ ഓഡിയൻസ് ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അതൊരു ഇതാണ്. നമ്മൾ വിചാരിക്കും ആർട്ടിസ്റ്റ് വേറെ ഇത് ഓഡിയൻസ് വേറെയാണ്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇവർ ഒരുമിച്ചാണ്. അത് നമുക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ അവരെയും നമ്മൾ തമ്മിൽ അങ്ങനെ അണിചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ്. അപ്പോൾ അത് അത്രയും ലയിച്ച് ചെയ്യുന്ന ആളുകൾ റെയറാണ്. അപ്പം അത് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പം ഞാനെപ്പോഴും നമസ്കാര പ്രോഗ്രാംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എപ്പോഴും അമ്മയുടെ പ്രോഗ്രാം ഞങ്ങളുടെ കുടുംബസംഘം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കുടുംബങ്ങൾ കൂടി പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ്. പക്ഷെ അതിപ്പോ ഈ പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് ഇവര് വന്നു. ഞാൻ പൊതുവെ എനിക്ക് പോവാൻ ക്രൗഡഡ് ഏരിയ ഞാൻ പോവില്ല. പക്ഷെ ഞാൻ പറഞ്ഞു പ്രോഗ്രാമിന് കൊണ്ടുപോകണമെങ്കിൽ പോവാന്ന് പറഞ്ഞു. രാവിലെ വരെ ഇരിക്കാൻ പറ്റില്ല, പക്ഷെ പ്രോഗ്രാം കാണാൻ ഇഷ്ടമാണ്. ആ സമയത്ത് വന്ന് ആസ്വദിക്കാം. അതങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ ഉച്ച കഴിഞ്ഞവര് വന്ന് ഫുൾ പ്രോഗ്രാം കണ്ടിട്ടാ പോകുന്നത്. മോൾക്ക് 1 year ഒക്കെ ഉള്ള സമയത്ത് ഇതുപോലെ 1 month ഗൾഫ് പ്രോഗ്രാമിന് പോയപ്പോൾ ഞാനും മോളും പോയി. പക്ഷെ ഇവള് 1 വയസ്സേ ഉള്ളൂ മോൾക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ പക്ഷേ കുഞ്ഞ് കരഞ്ഞിട്ട് ഇനി ഫീഡിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ നഴ്സ് പറഞ്ഞു നീ ട്രൈ ചെയ്യ്, പറ്റില്ലെങ്കിൽ ഗ്രീൻ റൂമിൽ ഇരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ പോയിരുന്ന് ഫുൾ എത്ര അവേഴ്സ് ഉണ്ടോ അത് ഫുൾ അനങ്ങിയിട്ടില്ല. അവളെ ഒന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ ഞാൻ ഇറുക്കി പിടിച്ചിരുന്നു ഫുള്ള് കാണാം. അപ്പൊ സെക്കൻഡ് ഡേയും ഇത് തന്നെ. അപ്പൊ 1 month പ്രോഗ്രാം അല്ലേ. ഇപ്പൊ പക്ഷെ കളിക്കുന്നവർ ഒരു 5 days കഴിഞ്ഞപ്പോ ഈ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ ഇന്നും കാണുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നും കാണുന്നുണ്ട്. അതല്ല ഞങ്ങക്ക് ടെൻഷൻ എന്താന്ന് വെച്ചാലേ ഞങ്ങളുടെ ഡയലോഗ്സ് അങ്ങോട്ടും കൂടെ മാറിപ്പോയാ ഇതിപ്പോ കണ്ടുപിടിക്കല്ലോ എന്നുള്ള ടെൻഷൻ. മറ്റത് എല്ലാ ഓഡിയൻസ് വേറെ വേറെ ആയതുകൊണ്ട് തെറ്റിയാലൊന്നും കുഴപ്പമില്ല. എന്തിനാണ് ഇങ്ങനെ വന്നിരുന്നത് എല്ലാ ദിവസവും കണ്ടോണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ വേറെ വേറെ ചെയ്യുമ്പോ അതും ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അവര് പറയാണ് ഇത് എല്ലാ ദിവസവും വന്നിരിക്കുമ്പോ ടെൻഷനായിട്ട് തെറ്റിപ്പോയാൽ അത് കണ്ടുപിടിക്കുമല്ലോ എന്ന് വെച്ചിട്ട് സ്ഥിരം കണ്ടോണ്ടിരിക്കുമല്ലോ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജ് പെർഫോമൻസിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടും നമ്മൾ പിന്നെ ഓർക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ചമ്മിപ്പോയതോ അല്ലെങ്കിൽ സ്റ്റേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതൊക്കെ ഉള്ള ഇൻസിഡന്റ് ഉണ്ടാവാം. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ അത് നമുക്ക് കോമഡി ആയിട്ട് തോന്നുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്തും പിന്നെ സ്റ്റേജിപ്പോൾ പണ്ട് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് നമ്മളൊരു മിമിക്സ് ഗാനമേള എന്നൊക്കെ സംഭവമൊക്കെ ഉണ്ടല്ലോ. ശരി. അപ്പോൾ അതിൽ പണ്ടുണ്ടായിട്ടുള്ള സംഭവിച്ചാൽ മ്യൂസിക് വായിക്കും. കളി വീടുറങ്ങിയല്ലോ കളി വാക്കുറങ്ങിയൽ ഇങ്ങനെയുള്ള തുടങ്ങുക. അങ്ങനെ അപ്പൊ ആ പിച്ചിലാണ് തുടങ്ങുക. കളി വീടുറങ്ങി. അപ്പൊ അങ്ങനെ ആ ഒരു പിച്ചിൽ തുടങ്ങിയാലാണ് ഈ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആൾക്ക് കറക്റ്റ് ആവുള്ളൂ, പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവൻ തുടങ്ങിയപ്പോ തന്നെ പിച്ച് മാറിപ്പോയി. കളി കളി അത് കഴിഞ്ഞിട്ട് അടുത്ത ബീജി വരുമ്പോ പിന്നെ ഇവർ എടുക്കാൻ പറ്റുന്നില്ല. ഈ മാതിരി പരിപാടികൾ കൂട്ടിക്കൊണ്ടില്ലേ. അതായത് പിച്ച് മാറ്റെന്ന് പറയുന്ന സംഭവങ്ങള് കുറെ തമാശകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അബദ്ധങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഈ നടന്മാരെ അനുകരിക്കുന്നതിലൊക്കെ പലപ്പോഴും പല സംഭവങ്ങൾ വരും. ഇപ്പൊ നമ്മൾ റീസെന്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഈ പിന്നെ പുതിയ പുതിയ താരങ്ങളെ കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ പ്രേം നസീർ ചെയ്യുന്ന അന്ന് ആ ഒരു സമയങ്ങളിലൊക്കെ ഇപ്പോൾ നസീർ സാറ്, കെ പി ഉമ്മർ, മധു, ജനാർദ്ദൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചില പടങ്ങൾ ഹിറ്റാവും. ഹിറ്റായി കഴിയുമ്പോൾ അതിനകത്തൊരു നടൻ ക്യാരക്ടർ കൊണ്ടുവരാൻ. അപ്പോൾ അവർക്ക് ഷൈൻ ചെയ്യാൻ കൂടിയാണല്ലോ. കാരണം വെച്ചാൽ പുതിയൊരു നടൻ ഞാൻ ഇന്ന് എടുക്കാൻ പോവാണ്, സൂപ്പർ ഹിറ്റ്. അപ്പോൾ അങ്ങനെ അതാണ് ഇപ്പോൾ ലേലത്തിലെ സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം. ലേലം സിനിമയിൽ വളരെ നാൾക്ക് ശേഷം ഹിറ്റ് സംഭവമായിട്ട് മറ്റേ സോമചേട്ടൻ്റെ ക്യാരക്ടർ ആ സംഭവം വന്നാൽ അതിൻ്റെ ഡയലോഗ് ഭയങ്കര ഹിറ്റാണ്. അത് നേരെ അതിരുമേനി സംഭവമൊക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ബെന്നി എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് ഞാൻ വന്നിട്ട് പറഞ്ഞു ഞാനിന്ന് സോമചേട്ടൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡയലോഗ് ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ നടക്കുന്നത് പൂരപ്പറമ്പിലാണ്, ഉത്സവപ്പറമ്പിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ നമുക്ക് ഓഡിറ്റോറിയം ആണെങ്കിൽ കുറച്ചും കൂടി
അവിടെ വേറെ പ്രശ്നം കുറച്ചുകൂടി ഒതുങ്ങിയ സ്ഥലമാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു നല്ല പഞ്ച് ഉണ്ടാവും ഈ സിസ്റ്റത്തിലൊക്കെ ഇത് വരുമ്പോൾ. ഓക്കെ, ഇതിങ്ങനെ വൈഡായി കിടക്കില്ലേ, ഇവിടെ ചെയ്ത ചിലപ്പോൾ ഈറ്റില്ലെങ്കിൽ പിന്നെ അത് ഏതൊക്കെ മൈൻഡിലാണ് ആളെടുക്കാന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഫസ്റ്റ് പരീക്ഷണം ഇവിടെ വേണോ. ഈവൻ നമ്മുടെ ട്രൂപ്പ് മാനേജറാണ്, ഞാൻ ഈ ട്രൂപ്പിൻ്റെ മാനേജറാണ്, ഇമാതിരി പരിപാടികൾ കൂട്ടിക്കൊണ്ടാൽ മതി, ഞാൻ തീരുമാനിക്കും, ഇത് ഞാൻ തീരുമാനിച്ചാണ് ചെയ്യുന്നുള്ളത്. ഇവൻ്റെ ശൈലി ഇതാ സംസാരിക്കുന്നത്. പറഞ്ഞു ശരിയാണെന്ന് നീ ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല നടന്മാരെടുക്കുന്നത് ഭയങ്കര അപ്ലാസാണ്. കാരണം മിമിക്രി ചരിത്രത്തിൽ ആദ്യമായി ഇതാ സൂപ്പർ ഹിറ്റ് സിനിമയായ ലേലത്തിൻ്റെ ഡയലോഗുമായി കടന്നു വരുന്നു MG സോമൻ. അപ്പോൾ ഭയങ്കര ആകാംക്ഷയിലിരിക്കുകയാണ് ആളുകൾ, ഈ സാധനം എന്താന്നുള്ള. കാരണം അതുവരെ ആ സമയത്ത് ആരും അത് ചെയ്തിട്ടില്ല. നേരെ തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, കുറച്ച് അകലെന്ന് വരുത്ത. നീ പോയിട്ടുണ്ടോടാ? മരം വെട്ടുകാരൻ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന്, അതായത് സോമനൊക്കെ പോയി മനസ്സിലായി. പിന്നെ ആ സാധനം ഇങ്ങനെയായി അത് കേട്ടപ്പോ ബെന്നി സോമനായി പോയി. പിന്നെ അത് എങ്ങനെ ഒരു തരത്തിൽ മാനേജ് ചെയ്താണോ അല്ലേ? പിന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അത് കുറേ ഉണ്ട്. ഡയലോഗ് മറന്നുപോയത് ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരാൾ, മൂവാറ്റുപുഴയാണ് അവൻ. ഞങ്ങൾ ഇതുപോലെ അന്ന് 3 പേരുള്ളൂ കലാഭവൻ്റെ ഗാനമേള ട്രൂപ്പിനകത്ത്. ഇൻ്റർവെൽ സമയത്ത് 1 മണിക്കൂർ ഭയങ്കര പഞ്ചാണ് കേട്ടോ ആ സമയത്ത്. അപ്പോൾ മുരളിച്ചേട്ടൻ്റെ ഡയലോഗാണ് മിസ്റ്റർ വിശ്വം എന്നുള്ള അനൗൺസ് ചെയ്തു വരുന്നു. അപ്പോൾ അന്ന് അതൊക്കെ ഭയങ്കര ഹൈലൈറ്റാണ്, ഭയങ്കര പഞ്ചാണ്, ഭയങ്കര ക്ലാപ്സാണ്. ഫസ്റ്റ് ഡയലോഗ് പറയുമ്പോൾ തന്നെ ക്ലാപ്സാണ്. മിസ്റ്റർ വിശ്വം ഭയങ്കര കയ്യടി. എടോ താനുണ്ടല്ല, അത് കൊച്ചിയൊക്കെ കയറി തുടങ്ങി. താനെവിടെ പോണം, അവനെ കാണണം, IAS IPS പഠിച്ച് IAS വേണ്ടെന്ന് വെച്ച മണ്ടൻ, അതൊക്കെയാണ് ഡയലോഗ്. എടോ വിശ്വം താനുണ്ടല്ല, വിശ്വം എന്തിനും പറഞ്ഞിട്ട് പോടാ പറഞ്ഞു നേരെ ഉരുകി പോയി കാണുന്നല്ലേ. ഒരു ദിവസം കൂടി പറയാം എൻ്റെ കൂട്ടത്തിൽ. കൊച്ചിയിൽ ഇതുപോലെ സ്ഥിരമായിട്ട് ചെയ്യുന്ന നെടുമുടി വീണ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ കല്യാണ വീടുകൾ അവിടെയുള്ള ചെറിയ ഫംഗ്ഷൻസിന് മാത്രമാണ് പുള്ളി മിമിക്രി ചെയ്യുള്ളൂ. വേറെ പുറത്തേക്ക് എവിടെയും പോകത്തില്ല ഈ മിമിക്രിക്കാരൻ. വയ്യ മടുത്തു, ഇതാണ് ഡയലോഗ് കേട്ടോ. അമ്മയുടെ ശവം ഹാറ്റിലൂടെ ഒളിച്ചു പോകുന്നു കണ്ടു നിന്നവരാ, ഇതാണ് ഫുൾ ഡയലോഗ്. ഇത് തന്നെ ഒരു വീട്ടിൽ ചെയ്തു, പിന്നെ വേറെ കല്യാണ വീട്ടിൽ ചെയ്തപ്പോൾ ഇത് വർഷങ്ങളായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് വരുന്നു നെടുമുടി വീണ, അവൻ മഞ്ഞുണ്ട് നെടുമുടി വീണുകൊണ്ട്. അപ്പോൾ ഇവിടുന്ന് പറയും വയ്യ മടുത്തു, അമ്മയുടെ ശവം ഹാറ്റിലൂടെ ഒളിച്ചു പോകുന്നു കണ്ടു നിന്നവരാ, കൊണ്ടേ കുഴിച്ചേറാ പോത്തെ ഈ അമ്മയുടെ ശവം ഒലിച്ചു കൊടുക്കാൻ ഉരുകി അല്ലേ. ഇതൊക്കെ ആ പുള്ളി അത് നമുക്കൊക്കെ അറിയാവുന്ന ഒരാളാണോ? നമുക്കൊക്കെ അറിയാവുന്ന ഒരാളാണോ? അറിയുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അത് ഈ കൗണ്ടറാണ് ഭയങ്കര സംഭവം, തിരിച്ചു പഠിക്കുന്നത് ഏമാര്. അപ്പൊ ഹീറോ അവിടെ ആയത് മറ്റേ ഇവരാ, ഓഡിയൻസാ. പിന്നെ അങ്ങനെ സാധനം പിന്നെ ലൈഫിൽ ഈ സംഭവം കൊണ്ട് വരില്ലല്ലോ. ഈ ഞാൻ കേട്ടിട്ടുണ്ട്, സ്റ്റേജ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വാപ്പയുടെ മരണ വാർത്ത. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ആ ടൈമിൽ എന്തോ അറിയിക്കാതെ അതിന് ഇറങ്ങി വന്നപ്പോൾ കലാഭവന്റെ പ്രോഗ്രാം മിമിക്സ് പരേഡിന് പ്രാധാന്യമുള്ള പ്രോഗ്രാമാണ്. മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ, 2 മണിക്കൂർ മിമിക്രി മാത്രമേ ഉള്ളൂ. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ പാട്ടുകളെല്ലാം കണക്ട് ചെയ്ത് വരുന്നത്. അന്ന് ആ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത് ഞാനാണ്. ശരി. പിന്നെ കുറേ ആർട്ടിസ്റ്റുകൾ ഇന്നുള്ള കുറേ ഷിബു ജോൺ, സന്തോഷ്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇങ്ങനെ നമ്മൾ ചെന്ന പല സ്ഥലത്താണ്, അതായത് ദുബായ് സംഭവം, ബഹ്റിൻ കഴിഞ്ഞ് നേരെ കുവൈറ്റാണ്. 3-4 സ്ഥലങ്ങളിലാണ് കണക്ട് ചെയ്ത 1 മന്ത് പ്രോഗ്രാമാണ്. ശരി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 സ്ഥലത്ത് കഴിഞ്ഞു. ബഹ്റിനിൽ ചെന്നു. അന്ന് ആ ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാത്സല്യം ഭയങ്കര ഹിറ്റാണ് ആ ടൈമിൽ. അപ്പോൾ അതിൽ ഡയലോഗാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വാപ്പയുടെ മകൻ എന്ന നിലയ്ക്കുള്ള കിട്ടുന്ന ഒരു അനൗൺസ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക നമുക്കൊരു അപ്രിസിയേഷനൊക്കെയാണ്. അങ്ങനെ ഈ ഡയലോഗ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്ത് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ് വന്ന് ഗ്രീൻ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് പറയുന്നത്,
ഒരു തരിപ്പാണ്. ഞാൻ കരയുന്നില്ല, വേറെ ഒന്നും. എനിക്ക് തന്നെ ഇപ്പോൾ അത് എന്താണെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. കാരണം വല്ലാത്തൊരു ഷോക്കാണ് ഇത് കേട്ടിട്ട്. പിന്നെ ആരൊക്കെയും വന്ന് എൻ്റെ ഷോട്ടിൽ തട്ടുന്നുണ്ട്, നമസ്തേ, ബാക്കി നമുക്ക് കാര്യങ്ങൾ ഇനിയിപ്പോൾ കയറണ്ട എന്താ പറയുക എന്നൊക്കെ പറഞ്ഞായിരിക്കും. അതെങ്ങനെ പ്രോഗ്രാം ഏകദേശം സ്റ്റാർട്ട്സ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 1-2 ഐറ്റം കഴിയുമ്പോൾ ഇത് തീരും. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ആഴ്ചത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കുവൈറ്റിൽ. അപ്പം ഞാൻ അന്ന് മിഡ് നൈറ്റ് തന്നെ കയറി പോരാനുള്ള സംവിധാനം ഇവർ നോക്കുന്നുണ്ട്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു സാഹചര്യമോ നമ്മളെ പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു സംവിധാനമോ ഒന്നുമില്ല. ഇപ്പോഴത്തെ പോലെ പോയാലും എനിക്കിപ്പോൾ തിരിച്ച് വരണേ തന്നെ വരും. വിസ അതിൻ്റെ മറ്റുള്ള ഒരുപാട് ഫോർമാലിറ്റീസ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ തിരിച്ചു പോകണം വീണ്ടും. കുവൈറ്റിലേക്കാണ് പോയേ പറ്റുള്ളൂ. ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊന്നും അന്ന് രാത്രി അവിടെ തന്നെ ഓൾറെഡി രാത്രി ഒരുപാട് ലേറ്റ് ആയല്ലോ. അപ്പോൾ തന്നെ ഇവിടെ ടൈം ഒരു വ്യത്യാസപ്പെട്ടു. പിന്നെ നമ്മുടെ ഒരു ഇതിൽ ബോഡി അങ്ങനെ അധികം നേരം വെച്ചിരിക്കാൻ പാടില്ല, ഇത്ര ടൈം കഴിയുമ്പോൾ തന്നെ മറവ് ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്നതിൻ്റെ പേരിലും പിന്നെ വാപ്പയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വിശേഷ ദിവസങ്ങൾ അതല്ലെങ്കിൽ ആഘോഷങ്ങളൊന്നും കലാകാരനെ സംബന്ധിച്ച് ലൈഫിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ പല ടൈമിലും നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കാരണം നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അത് വാപ്പയിലൂടെ തന്നെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇരുന്നിങ്ങനെ ചിന്തിക്കണം. പക്ഷെ ഞാൻ അപ്പോൾ ഷോക്ക് തന്നെയാണ്. അപ്പം അന്ന് പുലർച്ചയ്ക്ക് എനിക്കിവിടെ ട്രൈ ചെയ്യാനായിട്ടൊന്ന് എയർപോർട്ടിലൊന്ന് വന്നു തോന്നുന്നു. എന്നെ കൊണ്ട് ബഹ്റിനിൽ തന്നെ അവിടെ ടിക്കറ്റ് പെട്ടെന്ന് പോരാനുള്ള സമയം നോക്കാം എന്നുള്ളൊരു ആരൊക്കെ വന്നു. പക്ഷേ അവിടുന്ന് പിന്നെ ഒരു കോൾ എന്തോ അറ്റൻഡ് ചെയ്തിട്ട് എൻ്റെ മൂത്ത മാമ ഉണ്ട്, അൻസാരി എന്നാണ് അദ്ദേഹം. അവരെല്ലാവരും നാട്ടിൽ വടക്കാഞ്ചേരിയാണ് എൻ്റെ നമ്മുടെ സ്വദേശം. അതന്ന് രാത്രിയാണ്. ഇപ്പം ഈ പറയുന്നൊക്കെ രാത്രി നടക്കുന്ന സംഭവങ്ങളാണ്. ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ആ ഫോൺ ചെയ്യുമ്പോഴാണ് ഞാൻ പൊട്ടിക്കരയുന്നത്. അതുവരെ എൻ്റെ പ്രഷർ എന്താണെന്ന് എനിക്ക് പോലും അറിയുന്നില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അല്ല ഞാൻ ഏത് സ്റ്റേജിലാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ മാമയായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പൊട്ടിക്കറിയാണ്. അതെനിക്ക് പിന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ലൈഫിൽ മറക്കാൻ കഴിയാത്ത വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നാളെ രാവിലെ എന്തായാലും അത് ഇതാക്കും, എന്തായാലും എത്താൻ പറ്റുന്നൊരു സാഹചര്യമല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് 2-3 ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ ഉണ്ട്. ആ സ്റ്റേ കഴിഞ്ഞ് പിന്നെയും 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോ കുവൈറ്റിലൊക്കെ നടക്കുന്നത്. അപ്പോഴത്തേക്കും പിന്നെ സ്പ്രെഡ് ആയില്ല, എല്ലാ സ്ഥലങ്ങളിലും അറിയാലോ. ഇപ്പം ഇങ്ങനെ വാപ്പ മരിച്ച കാര്യങ്ങളും പറയും, അതനുസരിച്ച് അങ്ങോട്ട് ചെയ്തു. പിന്നെ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ളൊരു സാധനം തീർച്ചയായിട്ടും അല്ലേ. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ വണ്ടി ഓടിക്കാൻ തരില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓടിക്കാൻ അറിയാം, പക്ഷെ എനിക്ക് തോന്നുന്നു നവാസക്ക ചേച്ചിക്ക് ഇപ്പോഴും തരില്ല. ഇപ്പോഴും വണ്ടി മേടിച്ചോട്ടെന്നോ അങ്ങനെ അങ്ങോട്ട് ചോദിച്ചപ്പോഴും വേണ്ടാന്നോ അങ്ങനെ അപ്പൊ നവാസ്കാർക്ക് പേടിയാണ്. കാരണം ഞാൻ എന്തെങ്കിലും എനിക്ക് പറ്റിയാലോ എന്ന് വെച്ചിട്ട് നവാസ്ക പറയും വേണ്ട, എന്തെങ്കിലും ആക്സിഡന്റ് എന്തെങ്കിലും വേണ്ട, നിനക്ക് എന്തെങ്കിലും പറ്റുമോ വേണ്ടാന്ന് പറയും, എപ്പോഴും പറയും. അപ്പൊ എനിക്ക് വീട്ടിലിരുന്ന് കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ബോറിങ്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി, ഡിപ്ലോമ എടുക്കും. അപ്പൊ ആ സമയത്ത് ഡ്രൈവറൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. കാര്യം നമുക്കൊരു പ്രൈവസി ഇല്ലാത്ത പോലെ നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ പാക്ക് പോരാ. ഇത് ഒരാളെ വെയിറ്റ് ചെയ്യണം, കഴിയുമ്പോൾ ആളെ വിളിക്കണം. അപ്പം എനിക്ക് ഭയങ്കര ഞാൻ നവാസ്കർ ഭയങ്കര ബോറിങ്ങാന്ന് പറഞ്ഞു. അപ്പം നവാസ്കർ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ വണ്ടി എടുത്തു തന്നത്. നവാസ്കയുടെ വണ്ടി തോടിക്കല്ലേ, വലിയ വണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇനി ചെറുതായിട്ടൊക്കെ തട്ടിയാലും മുട്ടിയാലും കുഴപ്പമില്ലാത്ത വണ്ടിയാണ് നമ്മൾ ആദ്യം പരീക്ഷിക്കാൻ കൊടുത്തത്. രണ്ടാമത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊന്ന് ഒരു മൈൻഡ് ഫ്രീ ആകാന്നൊരു സംഭവമുണ്ട്. 100 ടെൻഷനിലൊക്കെ നമ്മളിത് പഠിക്കുക അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ വണ്ടി എടുത്ത് പോവുക. കാരണം അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി നമുക്ക് പോയാൽ കുഴപ്പമില്ല, പക്ഷെ ഭാര്യ പോയാൽ പിന്നെ നമുക്ക് വേറെ അല്ല, സത്യം പറഞ്ഞാൽ അത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളത്. അപ്പൊ അങ്ങനെ പിന്നെ ഓടിച്ച് കുറെ ഫ്രീ ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഇപ്പൊ ആളൊറ്റയ്ക്ക് എല്ലാ സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ വാങ്ങിയത് സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ വിട്ടിട്ട് ആസ്ക ബാക്കിൽ വരുമായിരുന്നു. കാര്യം ഞാൻ കറക്റ്റായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബാക്കിൽ വന്നിട്ട് കറക്റ്റായിട്ടൊക്കെയാണോ ഓടിക്കുന്നത് എല്ലാം നോക്കിയിട്ടാണ് അല്ല, അതിന് വേറെ തമാശ കൂടി പറയാം. അത് എന്താ കാര്യം വെച്ചാല്, ഞാൻ ആ പറഞ്ഞ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം വെച്ചാല്,
ഈ ഷോപ്പ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫാഷൻ ഡിസൈനിങ് സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു ബോട്ടിക് സംഭവം തുടങ്ങിയിരുന്നു. മേക്കപ്പ് എല്ലാം രേന കഴിഞ്ഞതാ, പഠിച്ചതാ. അപ്പോൾ നമ്മുടെ തന്നെ ബിൽഡിംഗ് ഉണ്ട് ചൂണ്ടിയിൽ. അവിടെ ഈ സംഭവങ്ങൾ ചെയ്തു. കുട്ടികളെ രാവിലെ വിടും. അപ്പോൾ ഞാനില്ല, രാവിലെ വിടുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിൽ പോകുന്നു, അത് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു ദിവസം ഭയങ്കര ടയർഡ്. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഫോൺ വിളിക്കുമ്പോഴൊക്കെ അറിയാം ടയർഡാണ് സംഭവം അറിയാം. പിന്നെ ഞാൻ ഉച്ച സമയത്ത് വിളിച്ചപ്പോൾ, നമസ്കാർ, ഞാനിവിടെ ഒരു മതിലിൻ്റെ അടുത്തുണ്ട്. ഞാൻ മതിലിൻ്റെ അടുത്താ? ജസ്റ്റ് ഒന്ന് മതിലിൻ്റെ അവിടെ പാർക്ക് ചെയ്താണ്. ഞാൻ പറയാം എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഇങ്ങനൊരു മതില് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതെ, പർവ്വതം, ഇങ്ങനൊരു മരം ഞാൻ ഇതുവരെ. അപ്പൊ മതിലേതാന്നറിയോ? കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റേ റോക്കറ്റ് മതിലില്ല, ചെറിയൊരു മതിൽ. ഒരു സെക്കൻഡ് കൊണ്ട് ഇവിടെ ടെററിസ്റ്റായി. അതാണ് ഭയങ്കര ശ്രദ്ധിക്കാം. 4-ാം മൈല് ഞാൻ ഐസാറോട് ഇതൊക്കെ ഉള്ളത് 4-ാം മൈലാണ് അതിന്റെ സംഭവങ്ങളൊക്കെ ഉള്ളത്. 4-ാം മൈലുകാർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല സീരിയസ്നെസ്. നമുക്ക് ഇതിന്റെ സീരിയസ്നെസ് ഇല്ലാന്നുണ്ട്. നമ്മൾ ഏത് സ്ഥലത്താന്നുള്ളതും കൂടി ചിന്തിക്കണം. അത്രയും പ്രൊട്ടക്ഷൻ, അത്രയും സെക്യൂരിറ്റിയും ഭയങ്കര സംഭവമുള്ള ഏരിയയിലാണ് നമ്മളൊക്കെ അപ്പൊ അതിങ്ങനെ വന്നു. അദ്ദേഹത്തിന് എനിക്കാണ് ഏകദേശം ഒരു 100-150 മീറ്ററോളം ഇങ്ങനെ കിടക്കാണ്. ഏരിയ കൂടുതലാണ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ വളഞ്ഞു പോകും. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നൊക്കെ കറക്റ്റാണ്. പിന്നെ ഇങ്ങനെ പോയപ്പോ അങ്ങനെയല്ല, അത് എന്തറിയോ, അതല്ല വെളുപ്പിന് ഒരു 4-5 മണിക്ക് എഴുന്നേറ്റ് അപ്പൊ രാവിലെ 6:30 ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. കുട്ടികളെ 7 മണിക്ക് കൊണ്ടുപോയി വിടണം. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് 3-ാമത്തെ ആളെ കൊണ്ടുപോയി, അവർക്ക് വേറെ ടൈം, അങ്ങനെ അത് വിടണം. അത് കഴിഞ്ഞ് വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ വീണ്ടും ഇവനെ 2-ാമത്തെ ആളെത്തും, 3-ാമത്തെ ആളെത്തും, അവനെ വിളിച്ചിട്ട് വരണം. അത് കഴിഞ്ഞ് പിന്നെ അവന് സ്നാക്സ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും അടുത്ത് വരും. അങ്ങനെ എനിക്ക് ഒട്ടും റെസ്റ്റ് ഇല്ല, ടയർഡായി. അപ്പൊ ഞാൻ ഫുഡ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉറങ്ങിപ്പോവാണ്. അപ്പോൾ മോൻ 1:30 ആകുമ്പോൾ അവൻ ഒരു 2 സ്റ്റോപ്പ് അപ്പുറത്തേറ്റും. അങ്ങനെ അവനന്ന് എന്തോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്തോ ആണ്. ഞാൻ വണ്ടി എടുത്ത് അവൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും ഞാനിങ്ങനെ ഉറങ്ങിപ്പോണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുവരെ ഞാൻ പകൽ ഉറങ്ങാറില്ല, രാത്രിയും ടയറാണ്, അധികം ഉറക്കമുള്ള ആളല്ല. ഞാനിങ്ങനെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുമ്പോഴേ എനിക്ക് തോന്നുന്നു ഞാൻ ഉറങ്ങിപ്പോവാണ്. അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ വഴിയില്ല, ഇപ്പോൾ ഉറങ്ങാത്ത ഒരാളാണ്. അങ്ങനെ മോൻ വണ്ടിയിൽ കയറി അവനെ ഫ്രണ്ടിലിരുത്തി ഞാനിങ്ങനെ പോകുമ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഉറങ്ങിപ്പോകും, വേഗം വണ്ടി വീട്ടിലെത്തിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ സ്പീഡിന് വണ്ടി എടുത്തു. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല കാര്യം. പിന്നെ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ഞാൻ ബ്രേക്ക് ചവിട്ടി, ഹാൻഡ് ബ്രേക്കും വേഗം വലിച്ചിട്ടു. എനിക്ക് എന്തോ സംഭവിച്ചു കഴിഞ്ഞിട്ടാണ്, ഇടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇടിച്ചു എന്നുള്ള മനസ്സിലായി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ബ്രേക്കും ചവിട്ടി ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ടു. പക്ഷെ എനിക്കൊന്നും കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ സേഫ്റ്റി സൈഡ് ഇത് രണ്ടും എനിക്ക് നമ്മൾ ഉറങ്ങിയാലും അറിയാം. പിന്നെ ഞാൻ അവിടെ റിലാക്സ് ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഒരു വലിയൊരു മരവും ഒരു വലിയൊരു ഈ മതിൽ കെട്ടും. അപ്പൊ എന്റെ വിചാരം മതിൽ ഇടിച്ചതായിട്ട് എനിക്കൊരു ഇത് കിട്ടുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ മരത്തിൽ തടഞ്ഞ് വണ്ടി നിൽക്കുക അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഭയങ്കര ഫസ്റ്റ് ടൈമാണ് അത്രയും വർഷം വണ്ടി ഓടിച്ചിട്ട്. ഭയങ്കര ഹൈറ്റ് ആണല്ലോ, ഭയങ്കര ഹൈറ്റ് ആണ്. പറഞ്ഞാല് അപ്പൊ അതങ്ങനെ വരുമ്പോ വെച്ചാല് അവര് നോക്കൂല്ലോ എന്താണ് ഇങ്ങനെ പറ്റി, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ മെമ്പർ ഉണ്ട്, അദ്ദേഹം പറഞ്ഞ മനസ്സിലായി. പിന്നെ നമ്മൾ അത് തന്നെ അത് പാച്ച് ചെയ്ത് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യും. ഞാൻ അതിനകത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചു. വീഡിയോ അതിനുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ, എന്താന്നുള്ളത് അവർക്ക് വീഡിയോ വരെയുണ്ട്. ഞാൻ അവിടുന്ന് വല്ല ഫോഴ്സ് ഇറങ്ങുമെന്ന് വിചാരിച്ചു, ടെൻഷനായി കേന്ദ്രത്തിന്നേ. അവര് നോക്കുമ്പോ ഞാൻ ഇടിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് വണ്ടിക്ക് എന്ത് പറ്റി എടുക്കാൻ പറ്റുന്ന അറിയില്ലല്ലോ. ഞാൻ ഇറങ്ങി വന്ന് നോക്കുമ്പോ ഫുൾ ഫ്രണ്ട് കംപ്ലീറ്റ് പോയി, എന്റെ വണ്ടി ഫുൾ പോയിരിക്കുക. ഇതൊരു 4 വർഷമൊക്കെ അല്ലേ.